എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയർമാൻ ഫയർവുമൺ എക്സാമുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഫയർമാൻ ഫയർവുമൺ എക്സാം, അതുപോലെ ഫയർ ഡ്രൈവർ തുടങ്ങിയ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ പകുതിയിൽ കൂടുതൽ മാർക്ക്, മുഴുവൻ മാർക്കും തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇത് 100% ഉറപ്പാണ്. മാക്സിമം വീഡിയോയിൽ ഓരോ ക്വസ്റ്റ്യൻസും കാണുക. വളരെ എളുപ്പമുള്ളൊരു പോർഷനാണ് ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സ്. കണ്ടന്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം കുറച്ച് ആൻസർ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അല്ലാതെ ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നന്നായിട്ട് കണ്ടുകൊള്ളുക. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ഇതിനകത്ത് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം കൊടുത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ഒന്ന് പറഞ്ഞു, വളരെ എളുപ്പമല്ല. ഇത് ആൻസർ ഉണ്ടെങ്കിലും ഒന്ന് ഓപ്ഷനിലോട്ട് നോക്കാം. നമുക്ക് ഏതൊക്കെയാണ്? കുറേ ഓപ്ഷൻ. ഞാൻ ഇതിൽ തെറ്റായ ഓപ്ഷൻ വായിക്കില്ല, ചിലപ്പോൾ മാത്രമേ ഓപ്ഷൻ വായിക്കുകയുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ തെറ്റായ ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമ്മുടെ മനസ്സിലേക്ക് കയറും, അല്ലെങ്കിൽ നമ്മുടെ സമയം അത്രയും നഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ വായിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചത് നമ്മുടെ സമയം അത്രയും നഷ്ടമാണ്. നമുക്ക് ഏറ്റവും കുറച്ച് സമയത്ത് മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണല്ലോ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെയാണ്? അത് നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദന. എൻ്റെ കൂടെ പറഞ്ഞ് ഉറക്കെ പറഞ്ഞ്: നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദന. ക്ലിയർ ആണോ? ഓക്കെ, പഠിച്ചല്ലോ, പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ: പെട്ടെന്നുള്ള മരണകാരണം എങ്ങനെയാകാം? ഇപ്പോൾ ഹൃദയാഘാതം, അലമ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയവയൊക്കെ ആണെങ്കിലും പെട്ടെന്നുള്ള മരണകാരണം ഹൃദയാഘാതം തന്നെയാണ്. ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല, അല്ലേ? ഹൃദയാഘാതം തന്നെയാണ് പെട്ടെന്നുള്ള മരണകാരണം. അടുത്ത ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം. നമ്മൾ സ്കൂളുകളിലും എപ്പോഴും PSCക്ക് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബയോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. ഓക്കെ, 206. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യും? ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യും? ചുമയ്ക്കുകയാണോ? എന്ത് ചെയ്യും? നോക്കി. അപ്പൊ ചുമയ്ക്കുക വരാം, പുറത്തു തട്ടുക ഉണ്ട്, വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക. വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചുമയ്ക്കണം, പുറത്തു തട്ടണം, വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിച്ച് സഹായിക്കണം. ഓക്കെ, തുടങ്ങിയവയൊക്കെയാണ് എന്താണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ ചെയ്യേണ്ടത്. അടുത്തത്: ശ്വാസതടസ്സത്തിന്റെ പ്രധാന കാരണമല്ലാത്തത് ഏത്? ശ്വാസതടസ്സത്തിന്റെ കാരണമല്ലാത്തത് ഏതെന്നാണ്? അത് വൈദ്യുതാഘാതമാണോ, രക്തം ഛർദ്ദിക്കുകയാണോ, ശ്വാസനാളത്തിലെ തടസ്സമാണോ, വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു പോവുകയാണോ? ശ്വാസതടസ്സത്തിന്റെ കാരണമല്ലാത്തത് രക്തം ഛർദ്ദിക്കുകയാണ്. ബാക്കിയൊക്കെ എന്താണ്? ശ്വാസതടസ്സത്തിന്റെ കാരണമാണ്. വൈദ്യുതാഘാതം ഏറ്റാൽ ശ്വാസതടസ്സം ഉണ്ടാകും, ശ്വാസനാളത്തിലെ തടസ്സം ഉണ്ടാകാം, വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന ശ്വാസതടസ്സം ഉണ്ടാകും. അപ്പോൾ രക്തം ഛർദ്ദിക്കുക ശ്വാസതടസ്സവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചോക്കിംഗ് എന്നാൽ എന്ത്? ചോക്കിംഗ് നല്ലോണം ശ്രദ്ധിക്കുക. ചോക്കിംഗ് എന്നാൽ എന്താണ്? അത് മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ്. അപ്പൊ ചോക്കിംഗ് എന്നാൽ മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ചോക്കിംഗ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നുകൂടെ പഠിക്കുക, ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം എന്ന് പഠിക്കുക. അടുത്തത് ആണ് മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തത്. അപ്പൊ മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക ചെയ്യാം. മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകാൻ പറ്റില്ല. തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകാൻ പാടില്ല. മുറിവ് അണുവിമുക്തമായ ബാൻഡേജ് കൊണ്ട് കെട്ടുക, നല്ല കാര്യമാണ്. ആവശ്യമില്ലാതെ മുറിവിൽ തൊടാതിരിക്കുക, നല്ല കാര്യമാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക ചെയ്യാൻ പാടില്ല മുറിവിൽ, അല്ലേ, അണുബാധ തടയാൻ വേണ്ടി. അടുത്തത്: രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ. അപ്പോൾ രക്തസ്രാവം കുറയ്ക്കാനുള്ള നടപടികൾ എന്താണ്? വിശ്രമം വേണം,
ഉയർത്തുക അല്ലെ, ഉയർത്തുക. അപ്പോൾ അതാണ് ഈ രണ്ട് കാര്യവുമാണ് അവിടെ വരുന്നത്. രണ്ടും ശരിയാണ് ആൻസർ. രക്തസ്രാവം കുറയ്ക്കുന്നുള്ള നടപടികൾ വിശ്രമവും ഉയർത്തുക, ആളെ ഉയർത്തുക, ഇതാണ്. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ അത് മുറിവുണ്ടായ ഭാഗത്തെ മുറിവുണ്ടായ ഭാഗം ഹൃദയത്തിന്റെ നിരപ്പിൽ നിന്ന് താഴ്ത്തി പിടിക്കുക. അതുപോലെ വേറെ എന്ത് പറയാം, നമുക്ക് സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക, മുറിവ് താഴ്ന്നു വയ്ക്കുക, തുറന്നു വയ്ക്കുക, അതുപോലെ രക്തസ്രാവം ശ്രദ്ധിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ സമ്മർദ്ദത്തിൽ ബാൻഡേജ് കെട്ടുക, ടൈറ്റായിട്ട് കെട്ടുക. ഓക്കെ, സമ്മർദ്ദത്തിൽ ബാൻഡേജ് കെട്ടുക. പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്താണ്? പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത്? ഓടുക, ചാടുക, നിലത്തുരുളുക, അല്ലെ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് പുതയ്ക്കുക. നിലത്തുരുളുക തന്നെയാണ്. അപ്പോൾ പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത് തന്നെയാണ്? നിലത്തുരുളുക, നിലത്തുരുളുക. അതോഷം പൊള്ളൽ ഉണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്ത്? പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്ത്? അത് പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. അപ്പോൾ പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക, കിടക്കുവാൻ അനുവദിക്കുക. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ജ്വലന ത്രികോണം, ഫയർ ട്രയാങ്കിൾ. ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നതിൽ ഏതൊക്കെയാണ്? അപ്പം ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതൊക്കെയാണ്? അപ്പോൾ താപം വേണമോ, കാർബൺ ഡൈ ഓക്സൈഡ് വേണമോ, ഓക്സിജൻ വേണമോ, ഇന്ധനം വേണമോ? ഏതാണെന്ന് ചോദിച്ചാൽ 1, 3, 4 എന്നല്ലേ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട. അപ്പോൾ ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങളാണ് താപം, ഓക്സിജൻ, ഇന്ധനം. ഒന്നുകൂടെ പറയാം, താപം, ഓക്സിജൻ, ഇന്ധനം. ക്ലിയർ? അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ അളവ് എത്ര ശതമാനം? ഏറ്റവും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? അത് 21%. 21%. LPG ഇന്ധനത്തിന്റെ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേരെന്ത്? LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേരെന്ത്? അത് ഏതാണ്? ഈഥയിൽ മെർകാപ്റ്റൻ ആണ്. ഈഥയിൽ മെർകാപ്റ്റൻ. അപ്പോൾ ഒന്നുകൂടെ പഠിക്കാം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് ഈഥയിൽ മെർകാപ്റ്റൻ. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏത്? താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏത്? വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം അസറ്റിലിൻ, CNG, LPG, ഹൈഡ്രജൻ. ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥമാണ് LPG. LPG ആണ്. ഏതാണ്? LPG. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ ഏത്? അപ്പോൾ ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ ഏത്? അത് സ്റ്റാർവേഷൻ ആണോ, സ്മോക്കറിംഗ് ആണോ, കൂളിംഗ് ആണോ? ഇതിലേതൊക്കെയാണ് നമുക്ക് നോക്കാവുന്നത് ആൻസർ? ഏതൊക്കെ വരാം? മുകളിൽ പറയുന്നവ എല്ലാം വേണം. മുകളിൽ പറയുന്നവ എല്ലാം ഉണ്ട് എന്നറിയുക. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ്? 1, 2, 3 ശരി അല്ലെ? 1, 2, 3 ശരിയുണ്ട്. അപ്പോൾ അതാണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പോൾ സ്റ്റാർവേഷൻ ഉണ്ട്, സ്മോക്കറിംഗ് ഉണ്ട്, കൂളിംഗ് ഉണ്ട്. ഇതറിയുക. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നാഗ്പൂരാണ്. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം നാഗ്പൂർ. ക്ലിയർ ആണ്. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആൻസർ കൊടുത്ത് ചെയ്തത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആൻസർ കൊടുക്കാതുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആൻസർ കൊടുത്ത് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങട്ടെ എന്ന് പറഞ്ഞ് ബോൾഡാക്കി കൊടുത്തിരിക്കുകയാണ്.
അപ്പോൾ ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടം സംബന്ധിച്ചാണ്. അപ്പോൾ ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടം സംബന്ധിച്ചുള്ളതാണ് ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ബന്ധപ്പെട്ടുള്ളത്. അടുത്തത് അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ DC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? എന്നൂടെ പറയാം. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ DC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? സോഡിയം ബൈകാർബണേറ്റ് ആണോ, മഗ്നീഷ്യം സ്റ്റിയറേറ്റ് ആണോ, മഗ്നീഷ്യം കാർബണേറ്റ് ആണോ, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ് ആണോ? ഒന്നുകൂടെ പറയാം. സോഡിയം ബൈകാർബണേറ്റ് ആണോ, മഗ്നീഷ്യം സ്റ്റിയറേറ്റ് ആണോ, മഗ്നീഷ്യം കാർബണേറ്റ് ഫോസ്ഫേറ്റ് ആണോ, ട്രൈ കാൽഷ്യം ആണ്? ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ ഉപയോഗിക്കുന്നു ഡ്രൈ കെമിക്കൽ പൗഡറായിട്ട് അല്ലേ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മുകളിൽ പറഞ്ഞ ഈ 4 വരും എഴുതി വെച്ച് പഠിച്ചുള്ള സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ്. അതുപോലെ പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവനയേത്? പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവനയേത്? വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. അപ്പോൾ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക, അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക, അത്യാഹിതമുണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത്. അപ്പോൾ അവിടെ ഏതാണ് പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന? അതിൽ പെടാൻ പാടില്ല. അത് എന്താണ്? വളരെ പതുക്കെയോടും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക അല്ലേ? നമ്മളെ പ്രഥമ ശുശ്രൂഷ വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതല്ലേ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ അതിൽ പതുക്കെ നിന്നിട്ട് കാര്യമില്ല, ശാന്തതയോട് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ. അസ്ഥി ഒടിവിൻ്റെ ലക്ഷണമല്ലാത്തതെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് അസ്ഥി ഒടിവിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടാകും. ക്ലിയർ. അടുത്ത, ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. ശരി. ഒടിവുള്ള ഭാഗത്ത് വേദന ഉണ്ടായിരിക്കും. ശരി. പക്ഷേ ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. അത് ഒടിവിൻ്റെ ലക്ഷണമല്ലല്ലോ, മുറിവിൻ്റെ ലക്ഷണമല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? പക്ഷേ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അണലി വിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കും? അണലി വിഷം എവിടെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് രക്തക്കുഴലുകളെ ബാധിക്കും. അപ്പോൾ അണലി വിഷം ശരീരത്തിൽ ബാധിക്കുന്നത് എവിടെയാണ്? രക്തക്കുഴലുകളെയാണെന്ന് അറിയുക, രക്തക്കുഴലുകൾ. അതുപോലെ പാമ്പ് കടിയേറ്റതിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണം ഒരു ജോഡി ചെറിയ മുറിവ് തന്നെയാണ് അല്ലെ? പാമ്പ് 2 ചെറിയ മുറിവ് ഉണ്ടാവില്ലേ? അപ്പോൾ പാമ്പ് കടിയേറ്റതിൻ്റെ ഒരു ലക്ഷണം ഒരു ജോഡി ചെറിയ മുറിവ്. പഠിക്കുക, ഒരു ജോഡി ചെറിയ മുറിവ്. ഷോക്കിൻ്റെ രോഗലക്ഷണമല്ലാത്തത് ഏത്? ഷോക്കിൻ്റെ അപ്പോൾ അമിത നാഡീസ്പന്ദനം, അപസ്മാരം, മുഖത്തുള്ള വിളർച്ച, ശ്വാസമുട്ട്. ഇതിലേതാണ്? അപ്പോൾ അത് അപസ്മാരമാണ്. ഓക്കെ അല്ലേ? അടുത്തത് CPRന്റെ പൂർണ്ണരൂപം. ഇനി നിങ്ങൾ പറയണം. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CPRന്റെ പൂർണ്ണരൂപം പറയണം. എന്താണ്? ഞാനിതിൽ ടിക്ക് ചെയ്യുകയോ മറ്റൊന്നും പറയില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് തരും. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചിരുന്ന എല്ലാവരും CPRന്റെ പൂർണ്ണരൂപം എല്ലാവരും പറയും. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി അങ്ങോട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? കാർഡിയോ പൾമനറി റെസുസിറ്റേഷൻ. പഠിച്ചോ? പറയൂ. കാർഡിയോ പൾമനറി റെസുസിറ്റേഷൻ. ഞാൻ എന്തുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളത് മനസ്സിൽ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എന്നാലും സാരമില്ല. കാർഡിയോ പൾമനറി റെസുസിറ്റേഷൻ. ചുവന്നതും വേദന ഉള്ളതും തൊലിയുടെ ഏറ്റവും പുറമേയുള്ളതുമായ ഭാഗത്ത് ഏൽക്കുന്നതുമായ പൊള്ളൽ ഏതാണ്? അപ്പോൾ ചുവന്നതും വേദന ഉള്ളതും തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് ഏൽക്കുന്ന പൊള്ളൽ 1-ാം ഡിഗ്രി പൊള്ളൽ തന്നെയാണ്. അതാണ് 1-ാം ഡിഗ്രി പൊള്ളൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചെറിയ മുറിവിന് നിങ്ങൾ എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകും? നൽകുമെന്നാണ്. അത് വളരെ എളുപ്പം. നിങ്ങൾ നോക്കിയേ, ഇതിലേതാണ്? ഞാനിതിൽ ഓപ്ഷൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക, ആൻസർ കണ്ടെത്തൂ.
ഓപ്ഷൻ എ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഇതിലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഒന്ന് കണ്ടുപിടിച്ചെന്ന്. ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം. ആൻസർ ഓപ്ഷൻ എ ശ്വാസനാളത്തിൽ ഉണ്ടായ തടസ്സം നീക്കം ചെയ്യുക. ഞാൻ ഈ ഒരു ഗ്യാപ്പ് തരുന്നത് നിങ്ങൾക്ക് ആൻസർ കുറിക്കാനുള്ള സമയമാണ് കേട്ടോ. ശ്വാസനാളത്തിൽ ഉണ്ടായ തടസ്സം നീക്കം ചെയ്യുക. അടുത്തത് അനാഫിലാക്റ്റിക് ഷോക്കിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അനാഫിലാക്റ്റിക് ഷോക്കിന്റെ കാരണം, അത് ചെറിയൊരു ക്ലൂ ഉണ്ട് അതിനകത്ത്. അനാഫിലസ് എന്നൊരു പേരൊക്കെ വരുമ്പോൾ അവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭക്ഷണം, പ്രാണി കുത്തൽ, ചിലന്തിയുടെ കടി. ഭക്ഷണം, പ്രാണി കുത്തൽ, ചിലന്തിയുടെ കടി. ഒരാൾക്ക് ശ്വസനമില്ലാതായാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യണം? എളുപ്പം, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്താണ്? CPR ഉടൻ നൽകുക, അല്ലെ? CPR ഉടൻ നൽകുക. ഒരാൾക്ക് ശ്വാസമില്ലാതായാൽ നൽകേണ്ടത് CPR. അടുത്തത്, ഒരു വ്യക്തിക്ക് പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായി നൽകിയിരിക്കുന്നത് ഏതാണ്? അപ്പോൾ പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത ഏത്, ചെയ്യാൻ പറ്റുന്നത് ഏത്? അപ്പോൾ പാമ്പ് കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കിയ രക്തം കളയരുത്, അത് ശരിയാണ്. ഇനി പാമ്പ് കടിയേറ്റ ഭാഗം ചലിപ്പിക്കുകയും കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ബാക്കി കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. പാമ്പ് കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ ലെവലിനേക്കാൾ താഴ്ത്തിയിരിക്കുന്ന രീതിയിൽ വ്യക്തിയെ പൊസിഷൻ ചെയ്യുക. ആണോ? അപ്പൊ ആൻസർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഒരു വ്യക്തിക്ക് പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. കടിയേറ്റ ഭാഗം ചലിപ്പിക്കുകയും കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയുകയും ചെയ്യാന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അറിയുക. ലോക പ്രഥമ ശുശ്രൂഷ ദിനം ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രഥമ ശുശ്രൂഷ ദിനം, ഫസ്റ്റ് എയ്ഡ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. എന്താണ്? സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണെന്ന് അറിയുക. സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ച. ആൻജിനയുടെ കാരണം എന്താണ്? ആൻജിനയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിന്റെ അപര്യാപ്തതയാണ് ആൻജിനയുടെ കാരണം. ഇനി പാസ് എന്നതിന്റെ പൂർണ്ണരൂപം. പാസ് അത് എളുപ്പമാണ്. പുൾ, എയിം, സ്ക്യൂസ്, സ്വീപ്പ് എന്നാണ്. സ്വീപ്പ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സ്വീപ്പ് എന്ന് വായിക്കുക. SWEEP, സ്വീപ്പ്. അപ്പൊ പുൾ, സി ആണ് ഓപ്ഷൻ. പുൾ, എയിം, സ്ക്യൂസ്, സ്വീപ്പ് മറക്കരുത്. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? എന്നാണ് നമുക്ക് കത്താൻ സഹായിക്കാത്തത്, അല്ലെ? അപ്പൊ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ. അടുത്തത്, നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണമെന്ത്? നനവുള്ള വൈക്കോല് കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണമെന്തെന്ന് ചോദിച്ചാൽ അത് ആൻസർ ഓപ്ഷൻ സി ആണ്. സൂക്ഷ്മജീവികളുടെ ജീർണത. നനവുള്ള വൈക്കോല് കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണം സൂക്ഷ്മജീവികളുടെ ജീർണത. കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് ഗണത്തിൽപ്പെടുത്തുന്നു? അല്ലെ, കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്നെങ്കിൽ ഏതാണ്? അത് ക്ലാസ് ബി ആണ് ആൻസർ. ഇതാണ് ക്ലാസ് ബി. അപ്പൊ മനസ്സിലാക്കി പഠിക്കണം. കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് ഗണത്തിൽപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ ക്ലാസ് ബി ഗണത്തിൽപ്പെടുത്തും. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയാണ് ഡി റേറ്റിംഗ് ഫയർ എക്സ്റ്റിംഗ്വിഷർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയാണ് ഡി റേറ്റിംഗ് ഫയർ എക്സ്റ്റിംഗ്വിഷർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? അത് ഓപ്ഷൻ ബി ആണ്. ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തം. അപ്പൊ ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയാണ് ഡി റേറ്റിംഗ് ഫയർ എക്സ്റ്റിംഗ്വിഷർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തം. അടുത്തത്, അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതി ഏതാണ്? അത് സ്റ്റാർവേഷൻ ആണോ, കൂളിംഗ് ആണോ, സ്മോത്തറിംഗ് ആണോ, ഇഞ്ചക്ഷൻ ആണോ ചോദിച്ചാൽ ആൻസർ സ്റ്റാർവേഷൻ ആണ്. അഗ്നിയിൽ നിന്നും
ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതിയാണ് സ്റ്റാർവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതെല്ലാം ഘടകങ്ങളാണ് ഫയർ ട്രയാങ്കിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ അല്ലെ. അതാണ് ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ എന്നാണ്. ഇതൊക്കെയാണ് ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ. അപ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് ഫയർ ട്രയാങ്കിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജനും ഹീറ്റും ഫ്യൂവലുമാണ്. കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന ജ്വലന പ്രക്രിയ ഏതാണ്? കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നം, ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാക്കുന്ന ജ്വലന പ്രക്രിയയാണ് ഏതാ? അപൂർണ ജ്വലനം. അപ്പോൾ കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന ജ്വലന പ്രക്രിയ അപൂർണ ജ്വലനം. അടുത്തത്, ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം ഏത്? ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം ഏതാണ്? അത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ ഈ ഓപ്ഷൻ വായിക്കാതെ വളരെ വേഗം പോകുന്നത് കുറച്ച് സമയം കൂടുതൽ കാര്യം അല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായി കണ്ടിട്ട് പോവുക. ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയുക. കാർബൺ ഡൈ ഓക്സൈഡ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ എത്ര വിഭാഗങ്ങളായി ക്രമപ്പെടുത്തിയിരിക്കുന്നു? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ എത്ര വിഭാഗങ്ങളിലായി ക്രമപ്പെടുത്തിയിരിക്കുന്നു? ആൻസർ 16 ആണ്. ആൻസർ അതാണ് 16. അപ്പോൾ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു അല്ലേ, ക്ലിയർ ആണ്. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ എത്ര വിഭാഗങ്ങളിലായി ക്രമപ്പെടുത്തിയിരിക്കുന്നു ചോദിച്ചാൽ എത്രയാണ്? 16. ക്ലിയർ ആണ്, 16. ഓക്കെ ആണല്ലോ. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രെഡറിക് ഇസ്മാർക്ക് ആണ്. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ഫ്രെഡറിക് ഇസ്മാർക്ക്. പഠിച്ചോളാം. ഞാൻ ആ പേര്, നമ്മളിപ്പോൾ ഈ 4 ഓപ്ഷൻ വായിക്കുന്നതിന് കാര്യം നമ്മൾ ഈ പേര് തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫ്രെഡറിക് ഇസ്മാർക്ക്. ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരം ജ്വലനം അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരം ജ്വലനം അറിയപ്പെടുന്ന ജ്വലനം എന്താണ്? അത് സ്വാഭാവിക ജ്വലനമാണ്. ഏതാണ്? സ്വാഭാവിക ജ്വലനം. അപ്പോൾ ഒന്നുകൂടെ പഠിക്കുക. വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയ. തന്നിരിക്കുന്നവയിൽ ഉള്ളിലുള്ള രക്തസ്രാവത്തിന്റെ ലക്ഷണം എന്താണ്? തന്നിരിക്കുന്നവയിൽ ആമാശയത്തിനുള്ളിലുള്ള രക്തസ്രാവത്തിന്റെ ലക്ഷണം ഏതാണിത്? നോക്കി. അത് ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കും. അപ്പോൾ തന്നിരിക്കുന്നവയിൽ ആമാശയത്തിനുള്ളിലുള്ള രക്തസ്രാവത്തിന്റെ ലക്ഷണം ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കും. അടുത്തത്, പ്രഥമ ശുശ്രൂഷ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതാര്? അതാണ് സെന്റ് ജോൺ ആംബുലൻസ്. പ്രഥമ ശുശ്രൂഷ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് സെന്റ് ജോൺ ആംബുലൻസ് ആണ്. സെന്റ് ജോൺ ആംബുലൻസ്. ക്ലിയർ ആണോ? 2000 മുതൽ ഫസ്റ്റ് എയ്ഡ് ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടന അത് റെഡ് ക്രോസ് ആണ്. 2000 മുതൽ ഫസ്റ്റ് എയ്ഡ് ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടന റെഡ് ക്രോസ്. റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം 1863. നമുക്കറിയാം റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം 1863. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? രേഖപ്പെടുത്താത്ത സ്കെയിലാണ് ചോദിച്ചത്. ഏത് സ്കെയിലാണ്? അത് കെൽവിൻ സ്കെയിലാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിലാണ്. ബാക്കിയൊക്കെ രേഖപ്പെടുത്തും. ഓക്കെ,
അപ്പോൾ വായിച്ചു നോക്കി, ഈ ക്വസ്റ്റ്യനും ഒക്കെ ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിച്ചു നോക്കി. അസ്ഥിക്ഷതത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അസ്ഥിക്ഷതത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന്. അസ്ഥിക്ഷതത്തിന്റെ ലക്ഷണം: ഒടിഞ്ഞ ഭാഗത്തോ അതിനടുത്തോ വേദന, മുറിവേറ്റ ഭാഗത്ത് നിറവ്യത്യാസവും നീർവീക്കവും ഉണ്ടാകുന്നു, അസ്ഥിഭംഗം സംഭവിച്ച അവയവത്തിന്റെ സ്വാഭാവിക ചലനം നഷ്ടപ്പെടുക. വളരെ എളുപ്പമല്ലേ? അപ്പൊ അസ്ഥിക്ഷതം സംഭവിച്ചു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒടിഞ്ഞ ഭാഗത്തോ അതിനടുത്തോ വേദന, മുറിവേറ്റ ഭാഗത്ത് നിറവ്യത്യാസവും നീർവീക്കവും, അസ്ഥിഭംഗം സംഭവിച്ച അവയവത്തിന്റെ സ്വാഭാവിക ചലനം നഷ്ടപ്പെടുക. ഇവയെല്ലാം. അപ്പൊ ആൻസർ എന്താണ്? ഇവയെല്ലാം എന്നാണ്. അസ്ഥിക്ഷതത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഇവയെല്ലാം എന്നാണ് വരുന്നത്. ക്ലിയർ? അടുത്തത്, ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? മുഖവും ചുണ്ടും വിളറിയിരിക്കും, ത്വക്ക് തണുത്തു മരവിക്കും, പൾസ് കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. ഇവയെല്ലാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങൾ: മുഖവും ചുണ്ടും വിളറിയിരിക്കും, ത്വക്ക് തണുത്തു മരവിക്കും, പൾസ് കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. ആൻസർ ഇവയെല്ലാം എന്ന് തന്നെയാണ് ആൻസർ. എന്താണ്? ഇവയെല്ലാം. അടുത്തത്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആൻസർ ചാലനമുണ്ടാകാം, സംവഹനമുണ്ടാകാം, വികിരണമുണ്ടാകാം, ഇവയെല്ലാം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഇവയെല്ലാം എന്നെടുക്കാം. ഏതാണ്? ഇവയെല്ലാം. MSDS നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡേറ്റ ഷീറ്റിന്റെ കാര്യം. അതിനാണ് MSDS എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് എന്താണ്? MSDS ആൻസർ ഓപ്ഷൻ സി ആണ്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അപ്പൊ MSDS എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആണ് MSDS എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അടുത്തത്, ഏത് കളർ കോഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഏത് കളർ കോഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഏത് കളർ കോഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്? ആൻസർ കറുപ്പാണ്. ആൻസർ കറുപ്പാണ്. ക്ലിയർ? അടുത്തത്, വിശിഷ്ട താപകാരിതയുടെ യൂണിറ്റ് ഏതാണ്? വിശിഷ്ടം അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? അത് എളുപ്പമാണ്. ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നാണ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ഈ രണ്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഏത് കളർ കോഡാണ്? വായിച്ചു നോക്കി, വേഗം വായിച്ചു നോക്കി. ഓക്കെ, വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം. വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? അത് ആൻസർ ചുവപ്പാണ്. ഓപ്ഷൻ എ ചുവപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദ്രാവകം അതിന്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ഏതാണ്? ഒരു ദ്രാവകം അതിന്റെ തിളനിലയിൽ വെച്ച് തന്നെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പനം. ബാഷ്പനം എളുപ്പമാണ്. അപ്പോൾ ബാഷ്പീകരണമല്ല, ബാഷ്പനം. ഒരു ദ്രാവകം അതിന്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ബാഷ്പനം എന്നറിയുക. ഓക്കെ ആണോ? ഒന്ന് വായിച്ചേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഓക്കെ, അടുത്തത്, നീല നിറം പ്രതിനിധാനം ചെയ്യുന്നത് ഏത് തരം ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് തിരിച്ചറിയുന്നതിനാണ്? നീല നിറം പ്രതിനിധാനം ചെയ്യുന്നത് ഏത് തരം ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ തിരിച്ചറിയാനാണ്? നീല നിറം. അത് ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ. ഏതാണ്? ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ. അപ്പോൾ നീല നിറം പ്രതിനിധാനം ചെയ്യുന്നത് ഏത് തരം ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ തിരിച്ചറിയാനാണ്? ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ. ക്ലിയർ ആക്കണം, ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ. തന്നിരിക്കുന്നവയിൽ പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ എന്തെല്ലാം? ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ബാൻഡേജുകൾ, അണുനാശിനി, തെർമോമീറ്റർ, റബ്ബർ കെയറുകൾ, കത്രികകൾ. ഏതാണ് വേണ്ടത്? കയ്യുറകൾ. കയറുകളല്ല, കയ്യുറകൾ. ബാൻഡേജുകൾ, അണുനാശിനി, തെർമോമീറ്റർ,
റബ്ബർ കയ്യുറകൾ, കത്രികകൾ. ഏതാണ്? എല്ലാം വേണ്ടേ? എല്ലാം വേണ്ടേ? 1, 2, 3, 4, 5 എല്ലാം വേണം. ക്ലിയർ ആണോ? അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വളരെ എളുപ്പമാണ്. ഏതാണ്? 67A ആണ് അല്ലേ? 67Aയും 67B ഒക്കെ വരും. ഓക്കെ അല്ലേ? അപ്പോൾ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 67A. ചർമ്മത്തിനിടയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളൽ. അപ്പോൾ ചർമ്മത്തിനിടയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളൽ ഏതാണ്? 4ാം ഡിഗ്രി പൊള്ളലാണ് കേട്ടോ. അപ്പോൾ ചർമ്മത്തിനടിയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളൽ ഭയങ്കര കൂടിയതാണ്. 4ാം ഡിഗ്രി പൊള്ളലാണ്. 4ാം ഡിഗ്രി. നമ്മൾ 1ാം ഡിഗ്രി ആദ്യം പഠിച്ചു. ഇപ്പോൾ 4ാം ഡിഗ്രി പൊള്ളലാണ്. പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. അധികം മുറുക്കാത്ത രീതിയിൽ കടിയേറ്റ ഭാഗത്തിന് മുകളിൽ കെട്ടുക, അത് ചെയ്യണം. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയുക, അതാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം കേട്ടോ. ഇത് നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുക. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കി കളയുക, ചെയ്യാൻ പാടില്ല. വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ഏറ്റവും ഉറപ്പിക്കേണ്ട കാര്യം എന്താ? വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുൻപ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് വ്യക്തിക്ക് ബോധമുണ്ടോ എന്നോ അല്ലെ? അതൊന്നും അല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ പിടിക്കുന്നവർക്കും കൂടെ എന്ത് ചെയ്യും? അത് ബാധിക്കും. ഇനി തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയ. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ചാലനം തന്നെയാണ്. അല്ലെ? ചാലനം, കണ്ടക്ഷൻ, ചാലനം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. മണലിന്റെ വിശിഷ്ട താപധാരിതയുടെ എത്ര മടങ്ങാണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത? മണലിന്റെ വിശിഷ്ട താപധാരിതയുടെ എത്ര മടങ്ങാണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് ചോദിച്ചാൽ ആൻസർ 5 മടങ്ങാണ്. ആൻസർ 5 മടങ്ങാണ്. ഓപ്ഷൻ സി. പഠിച്ചോണം. റിപ്പീറ്റ് ചെയ്ത് കണ്ടു പഠിക്കുക കേട്ടോ. എക്സാമിന് പോകുന്നതിന് മുമ്പ്, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കയറുക. ഓക്കെ? അപ്പോൾ നിങ്ങൾ തീർച്ചയായും യൂസ് ആയിരിക്കും. ഗ്യാസോളിന്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? ഗ്യാസോളിന്റെ ഫ്ലാഷ് പോയിന്റ് അത് -40°C ആണ്. -40°C ആണ് ഗ്യാസോലിന്റെ ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമുക്കില്ല. മാക്സിമം ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിന്റെ ഉയർന്ന ബാഷ്പന ലീനതാപം പ്രയോജനപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ? അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിന്റെ ഉയർന്ന ബാഷ്പന ലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യം ഏത്? അത് മണ്ണിലെ ജലാംശം എളുപ്പം നഷ്ടപ്പെടാതെ നിൽക്കുക, ആവിയിൽ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങൾ വേഗത്തിൽ വേവുന്നു, തെർമൽ പവർ സ്റ്റേഷനുകൾ നീരാവി ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ജലത്തിന്റെ ഉയർന്ന ബാഷ്പന ലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ? അത് ഇവയെല്ലാം വരും കേട്ടോ. മണ്ണിലെ ജലാംശം എളുപ്പം നഷ്ടപ്പെടാതെ നിൽക്കുന്നു, ആവിയിൽ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങൾ വേഗത്തിൽ വേവുന്നു, തെർമൽ പവർ സ്റ്റേഷനുകൾ നീരാവി ഉപയോഗിക്കുന്നു. ഇതെല്ലാം ശരി. കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന മൂലകമേത്? കെമിക്കൽ എന്താണ്? അഗ്നിശമന ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാന മൂലകം ഏതാണ്? അപ്പം വെറ്റ് കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങൾ കണ്ടെത്തൂ. നിങ്ങൾക്ക് പറയാനാണ് ഒരു മിനിറ്റ്. ശരിയാപ്പം. ഓക്കെ, ആൻസർ പൊട്ടാസ്യമാണ് അല്ലേ? ആൻസർ പൊട്ടാസ്യമാണ്. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഏതാണ്? അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഉത്പാദനം എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി, ഉത്പാദനം. അപ്പൊ അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഉത്പാദനം. അടുത്തത് സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ഇത് ശരിയല്ലാത്ത. എ ക്ലാസ് ഫയർ എടുത്താൻ ഉപയോഗിക്കുന്നു, ശരിയാണ്. ഇലക്ട്രിക് ഫയർ എടുത്താൻ സാധിക്കില്ല, ശരിയാണ്. ആൻസർ 40°F അല്ലെ ഫാൻ
അതിൽ ഫാരൻഹീറ്റിൽ കൂടിയ ചൂടിൽ ഇത് പ്രവർത്തിക്കുകയില്ല. അപ്പം 40 ഡിഗ്രിയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതിൽ കൂടുതൽ ചൂടിൽ എന്ത് ചെയ്യില്ല, ഇത് പ്രവർത്തിക്കില്ല. അടുത്തത് ഫോം അഗ്നിശമനിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഫോം ഫോം ആൻസർ ഏതാണെന്ന് നോക്കാം. കത്തുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ശരിയാണ്. അപ്പോൾ ഇവിടെ പറയാം, ഫോം അഗ്നിശമനിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കത്തുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ശരിയാണ്. ഇതിൽ നിന്നും പുറത്തു വരുന്ന പത കത്തുന്ന ദ്രാവകങ്ങളിൽ പൊതിഞ്ഞ് ഓക്സിജനുമായുള്ള ബന്ധം വേർപെടുത്തി തീ അണയ്ക്കുന്നു. ഒന്നുകൂടെ പറയാം, ഇതിൽ നിന്നും പുറത്തു വരുന്ന പത കത്തുന്ന ദ്രാവകങ്ങളിൽ പൊതിഞ്ഞ് ഓക്സിജനുമായുള്ള ബന്ധം വേർപെടുത്തി തീ അണയ്ക്കുന്നു. ശരി. ഫോമിന് ദ്രാവകങ്ങളെക്കാൾ കനം കുറവായതിനാൽ ദ്രാവകങ്ങളിൽ താഴുകയോ ലയിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മൂന്നും ശരിയാണ്. അപ്പൊ ആൻസർ ഇവയല്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ലോക റെഡ് ക്രോസ് ദിനം എന്നാണ് നമുക്കറിയാം. എന്നാണ് അത് ഞാൻ മെയ് എന്ന് എഴുതിയിട്ടുള്ളൂ. ആൻസർ മെയ് 8 ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി മെയ് 8 എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലോക റെഡ് ക്രോസ് ദിനം മെയ് 8. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. സൈബർ നിയമം പ്രാബല്യത്തിൽ ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം സിംഗപ്പൂർ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. ഓക്കെ, അതിന്റെ ഏതെങ്കിലും IT ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 8. ശരിയാണ്. സൈബർ നിലവിൽ നിന്ന് ആദ്യ ഏഷ്യൻ രാജ്യം അത് ഇന്ത്യയാണ്. അത് തിരിഞ്ഞാണ് വരേണ്ടത്. ഓക്കെ, അപ്പോ ആൻസർ എയും സിയും തെറ്റ്. ബി മാത്രം ശരി. ആൻസർ എയും സിയും തെറ്റ്. രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിലുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 72 ആണ്. നമുക്കറിയാം, ഒരാളുടെ പേഴ്സണൽ ഡയറി മറ്റും മോഷ്ടിക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 72. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ശിക്ഷ 2 വർഷവും 1 ലക്ഷവും ആയിരുന്നു. ഇപ്പോൾ അത് ജൻവിശ്വാസ് നിയമപ്രകാരം 5 ലക്ഷം രൂപ വരെയാണ് പിഴ. 72 IT ആക്കി 72 പിഴ 5 ലക്ഷം രൂപ വരെയാക്കി മാറ്റി. ഓർത്തോളണം. തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചു. ആൻസർ ഏതാണ്? ജെറ്റ് ഫയർ എന്നാണ്. ഇതാണ് ജെറ്റ് ഫയർ. ബ്ലീവിന്റെ പൂർണ്ണ രൂപം എന്താണ്? ബ്ലീവ് പഠിച്ചോണം, എഴുതി വെച്ച് പഠിച്ചോണം. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. സി ആണ് ആൻസർ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. അടുത്തത് ജലം ഉപയോഗിച്ച് തീപിടുത്തത്തെ കെടുത്തുന്നത് അറിയപ്പെടുന്നത് എന്താണ്? അറിയപ്പെടുന്നത് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി കൂളിംഗ് എഫക്റ്റ്. അപ്പൊ ജലം ഉപയോഗിച്ച് തീപിടുത്തത്തെ കെടുത്തുന്ന അറിയപ്പെടുന്നത് കൂളിംഗ് എഫക്റ്റ് എന്നാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള വസ്തു ഏതാണ്? എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ആൻസർ ജലമാണ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. താപത്തിന്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. താപത്തിന്റെ യൂണിറ്റ് ഒന്ന് പറഞ്ഞേ. താപത്തിന്റെ യൂണിറ്റ് ജൂൾ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം ഏതാണ്? അത് അമോണിയമാണ്. NH3. അത് ഓർത്തോണേ. അടുത്തത് ദ്രാവകങ്ങളിൽ ചൂട് വ്യാപിക്കുന്ന മാർഗം അറിയപ്പെടുന്നത് ഏതാണ്? ചാലനമാണോ, സംവഹനമാണോ, വികിരണമാണോ? ആൻസർ സംവഹനം. ഓക്കെ, അപ്പൊ ദ്രാവകങ്ങളിൽ ചൂട് വ്യാപിക്കുന്ന മാർഗം അറിയപ്പെടുന്നത് സംവഹനം എന്നറിയുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അത് ഇലക്ട്രിക് ഫയറിന് ഉപയോഗിക്കാൻ കഴിയില്ല. എളുപ്പത്തിൽ കത്തിപ്പിടിക്കാവുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീക്കെതിരെ ഉപയോഗിക്കാം.
പ്രവർത്തിച്ച ശേഷം അവശിഷ്ടം ഒന്നും ഇല്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേടുണ്ടാകുന്നില്ല. അപ്പോൾ ശരിയായ പ്രസ്താവന നമുക്ക് 2, 3 ഒന്നും പറ്റില്ല. ഇലക്ട്രിക് ഫയറിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ കത്തിപ്പിടിക്കാവുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീക്കെതിരെ ഉപയോഗിക്കാം. പ്രവർത്തിച്ച ശേഷം അവശിഷ്ടം ഒന്നും ഇല്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേടും ഉണ്ടാകുന്നില്ല. അത് ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. 2, 3 അവിടുത്തെ ശരി. ഈ ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഡ്രൈ ഐസ് എന്നാൽ എന്ത്? അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. ഡ്രൈ ഐസ് എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ്. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ത്? അത് ജീവൻ സംരക്ഷിക്കുക, രോഗിയെ സൗകര്യപ്രദമായ രീതിയിൽ കിടത്തുക, രോഗിയെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായത്തിന് വിധേയമാക്കുക. മുകളിൽ പറഞ്ഞവയല്ലേ, എളുപ്പമല്ലേ? അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? ഇവയെല്ലാം വരും അല്ലേ? ആൻസർ ഇവയെല്ലാം എന്നാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം. ഇതെല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം വരും. ക്ലിയർ ആണ്? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് എ എക്സ്റ്റിങ്ക്വിഷറിന്റെ പങ്ക് എന്താണ്? ക്ലാസ് എ എക്സ്റ്റിങ്ക്വിഷറിന്റെ പങ്ക് എന്താണെന്ന് നോക്കുക. എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ക്ലാസ് എ എക്സ്റ്റിങ്ക്വിഷറിന്റെ പങ്ക് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ളവരായിരിക്കും, ഇനി സമയമില്ലല്ലോ, വളരെ അടുത്തായി എക്സാം. അപ്പോൾ മരം, പേപ്പർ തുടങ്ങിയ സാധാരണ ജ്വലന വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു. അതാണ് ശരി. ക്ലാസ് എ എക്സ്റ്റിങ്ക്വിഷറിന്റെ പ്രധാന പങ്ക് മരം, പേപ്പർ തുടങ്ങിയ സാധാരണ ജ്വലന വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു എന്നാണ് ശരി. കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ശരി. ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഷോക്കിൽ പെടാത്തതാണ് അപസ്മാരം. അപസ്മാരം താഴെ വരുന്നതല്ലേ? ഓക്കെ, ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തത് അപസ്മാരം. അടുത്ത ക്വസ്റ്റ്യൻ, മൂക്കിലെ അസ്ഥി ഒഴിഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? മൂക്കിലെ അസ്ഥി ഒഴിഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, വായുമാർഗത്തിലെ തടസ്സം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഇവയെല്ലാം വരും. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവമുണ്ട്, വായുമാർഗത്തിലെ തടസ്സമുണ്ട്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഇവയെല്ലാം വരും. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാമാണ് മൂക്കിലെ അസ്ഥി ഒഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്? ഇത് മനസ്സിലാക്കുക. ഇതൊന്ന് വായിച്ചു നോക്കി, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി, ക്വസ്റ്റനൊക്കെ ഒന്ന് വായിച്ചു നോക്കി. മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു, മാക്സിമം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിനെ എന്താണ് പറയുന്നത്? രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിനെ എന്താണ് പറയുന്നത്? അത് ആൻസർ ഓപ്ഷൻ എ ആണ്, കാർഡിയോ പൾമണറി അറസ്റ്റ്. കാർഡിയോ പൾമണറി അറസ്റ്റ് ആണ് രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിനെ പറയുന്ന പേര് കാർഡിയോ പൾമണറി അറസ്റ്റ്. ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കി ക്വസ്റ്റ്യൻ. അടുത്തത് LPG, ഹസാഡസ് കെമിക്കൽ കോഡ്, അതാണ് ഹാസ്ജം എന്ന് പറയുന്നത്. LPG ഹാസ്ജം എന്ന് പറഞ്ഞാൽ ഹസാഡസ് കെമിക്കൽ കോഡ് താഴെ പറഞ്ഞവർ ഏതാണ്? ആൻസർ 2WE ആണ്. 2WE ആണ് LPG ഹാസ്ജം. താഴെ പറഞ്ഞവർ ഏതാണെന്ന് ചോദിച്ചാൽ 2WE. അടുത്തത്, സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, വികിരണം. ഓപ്ഷൻ സി, വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. ക്ലിയർ? നമുക്ക് വായിക്കാം. ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിച്ച് ഈ ക്വസ്റ്റ്യൻ വായിച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷാഘാതം. പാവം കേട്ടോ. പക്ഷാഘാതത്തിന്റെ സ്ട്രോക്കിന്റെ അടയാളങ്ങളിൽ പെടുന്നത് ഏത്? ഓക്കെ, പെട്ടെന്നുള്ള തലവേദന, ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം. ഇതിലേതാണ് പെട്ടെന്നുള്ള ഏതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം? എല്ലാം. ഇവയെല്ലാം വരാം കേട്ടോ. അപ്പോൾ പക്ഷാഘാതത്തിന്റെ പ്രധാന അടയാളങ്ങളിൽ പെടുന്നത് ഇവയെല്ലാം എന്ന് ഓർമ്മിക്കുക കേട്ടോ. ഇവയെല്ലാം വരാം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം വളരെ എളുപ്പമാണ്. ഏതാണ്? 206. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, IT ആക്ടിലെ സെക്ഷൻ 66F എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 66F4 അല്ലേ? നമുക്കറിയാം സൈബർ ടെററിസം. ഇതിന്റെ ശിക്ഷ ജീവപര്യന്തം വരെയൊക്കെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 66 IT ആക്ട് ഒക്കെ നമുക്കറിയാം. IT ആക്ട് 66 നമുക്ക് ഹാക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട് 66B, C, D ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, IT ആക്ട്. അതുപോലെ കമ്പ്യൂട്ടർ സുരക്ഷ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവർ അറിയപ്പെടുന്നത് ഹാക്കർ. എളുപ്പം ഹാക്കർ. ഹാക്കിംഗ് തന്നെ 3 തരമുണ്ട് അല്ലേ? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ സുരക്ഷ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ അറിയപ്പെടുന്നത് ഹാക്കർ എന്നാണ്. നാഷണൽ ഫയർ സർവീസ് കോളേജ് സ്ഥാപിതമായ വർഷം. നാഷണൽ ഫയർ സർവീസ് കോളേജ് സ്ഥാപിതമായ വർഷം അത് 1956 ആണ്. കേരളം രൂപീകരിച്ച വർഷമാണ് നാഷണൽ ഫയർ സർവീസ് കോളേജ് സ്ഥാപിതമായത് 1956.
അടുത്തത് കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീ അണയ്ക്കുന്ന രീതി അറിയപ്പെടുന്നു. കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീ അണയ്ക്കുന്ന രീതി അറിയപ്പെടുന്നത് ശമിപ്പിക്കൽ. ആൻസർ ശമിപ്പിക്കൽ. എളുപ്പമല്ലേ? ശമിപ്പിക്കൽ, തീ ശമിപ്പിക്കൽ. അടുത്തതാണ് പദജോടിപ്പദം അല്ലെങ്കിൽ ബന്ധം കണ്ടെത്തുക. സെറ്ററൈസിൻ അലർജിയാണ്. സെറ്ററൈസിൻ എങ്കിൽ ഡൈജൻ എന്താണെന്നാണ് ചോദിച്ചത്. ഡൈജൻ അതെന്താണെന്ന് വെച്ചാൽ അസിഡിറ്റി എന്നാണ്. ആൻസർ എന്താണ്? അസിഡിറ്റി. ഓപ്ഷൻ അസിഡിറ്റി. ദേശീയ അഗ്നിശമന സേനാ ദിനമായി അല്ലെ ഫയർഫോഴ്സ് ദിനം എന്നാണ് ആചരിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാം ഏപ്രിൽ 14 അംബേദ്കർ ബർത്ത്ഡേ അല്ലെ ജനനത്തിൻ്റെ അന്നാണ് ഏപ്രിൽ 14. ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 14 എന്നറിയുക. അത് അഗ്നി അല്ലെങ്കിൽ തീ ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയ അറിയപ്പെടുന്നത് ജ്വലനം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ LPGയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ വാതകങ്ങളുടെ മിശ്രിതമാണ് LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് മീഥൈൽ മെർക്കപ്റ്റൈൻ. LPG നിറമില്ലാത്ത വാതകമാണ്. അപ്പൊ ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ 1, 3 ആണ് കേട്ടോ. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ വാതകങ്ങളുടെ മിശ്രിതമാണ് LPG. ശരിയാണ്. LPG നിറമില്ലാത്ത വാതകമാണ്. ശരിയാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഇതാണ് LPGയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. മീഥൈൻ, പ്രൊപ്പൈൻ എന്നിവ ഉൾപ്പെടുന്ന ഫയർ ക്ലാസ് ഏതാണ്? മീഥൈനും പ്രൊപ്പൈനും ഉൾപ്പെടുന്ന ഫയർ ക്ലാസ് ഏതാണ്? അത് ഫയർ ക്ലാസ് C ആണ്. ഓക്കെ അല്ലേ? ഫയർ ക്ലാസ് C ആണ്. മീഥൈനും പ്രൊപ്പൈനും ഉൾപ്പെടുന്നത് ഫയർ ക്ലാസ് C ആണെന്ന് അറിയാം. ഫയർ ക്ലാസ് C. ഓക്കെ. അടുത്തത് ഒക്ടെയ്ൻ കത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഒക്ടെയ്ൻ കത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? അത് ഓപ്ഷൻ ബി ആണ്. വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, H2O ആൻഡ് CO2. ക്ലിയർ ആണ്? ഒക്ടെയ്ൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി. മീഥൈൻ, പ്രൊപ്പൈൻ്റെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ അളവ് പഠിച്ചു 21%. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എ ക്ലാസ് ഫയറിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം ഏത് അല്ലെങ്കിൽ ഏതല്ല? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എ ക്ലാസ് ഫയറിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം ഏതെല്ലാമാണ്? അത് 1 ഉണങ്ങിയ പൊടി, 2 ജലം, 3 കാർബൺ ഡൈ ഓക്സൈഡ് വരില്ല, നനഞ്ഞ രാസവസ്തുക്കൾ. അപ്പോൾ 1, 2, 4 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ എ ക്ലാസ് ഫയറിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം 1, 2, 4 ശരി. ഓപ്ഷൻ ഇ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥിഭംഗത്തിന്റെ ലക്ഷണം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒഴിവുള്ള ഭാഗത്ത് നീരുണ്ടാകും, ഒഴിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസം, ഒഴിവുള്ള ഭാഗത്ത് വേദന പഠിച്ചതാണ്. നവജാത ശിശുവിന്റെ ശ്വസന നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചത്. നവജാത ശിശുവിന്റെ ശ്വസന നിരക്ക് അത് എളുപ്പമാണ്. 1 മിനിറ്റിൽ 30 മുതൽ 40 തവണ. 1 മിനിറ്റിൽ 30 മുതൽ 40 തവണയാണ് നവജാത ശിശുവിന്റെ ശ്വസന നിരക്ക് എന്ന് അറിയുക. ഓക്കെയാണ്. അമോണിയ വാതകവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അമോണിയ വാതകവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നത് തെറ്റായത്. ആൻസർ തെറ്റായത് ജലത്തിൽ ലയിക്കില്ല. ജലത്തിൽ ലയിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജലത്തിൽ ലയിക്കും. ഓക്കെ. ബാക്കി എല്ലാം അല്ലേ തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞത് കേട്ടോ. ജലത്തിൽ ലയിക്കില്ല എന്നല്ല, ജലത്തിൽ ലയിക്കും. ബാക്കിയൊക്കെ ശരി. അമോണിയ ഒരു രാസസൂത്രം NH3 ആണ്. 10.62 11 ആണെന്ന് പഠിച്ചു. pH മൂല്യം. രൂക്ഷഗന്ധമുള്ള വാതകമാണെന്നൊക്കെ പഠിച്ചു. പക്ഷെ ജലത്തിൽ ലയിക്കും. അമോണിയ ലയിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് മാക്സിമം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം 100ഓളം ക്വസ്റ്റ്യനുകൾ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങളത് ഫയർഫോഴ്സ് എക്സാമുകൾക്ക്, ഫയർമാൻ ആയാലും ഫയർ വുമൺ ആയാലും ഫയർ ഡ്രൈവർ ആയാലും എക്സാമുകൾക്ക് പോകും മുമ്പ് ഒന്ന് നിർബന്ധമായും കണ്ടിട്ട് പോവുക. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, എഴുതി വെച്ച് പഠിക്കുക. ഞാനിതൊരു ഓപ്ഷൻ പറഞ്ഞു കിട്ടാത്ത കാരണം നിങ്ങളത് എന്ത് ചെയ്യുക, മാക്സിമം എഴുതി വെച്ച് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയാണ്. എളുപ്പത്തിന് കാണേണ്ട, കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും ഇതിലൊരു 10 ക്വസ്റ്റ്യനുകൾ നമുക്ക് ഉറപ്പായിട്ടും വരും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.